നമസ്കാരം, ഏവർക്കും സൃജൻ ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഝട്പട്ട് ഓർ നട്ട്കട്ട് രമേശ് ഉപാധ്യായ എഴുതിയിരിക്കുന്ന ഒരു കഹാനിയാണ്. പാഠത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ലേഖകനെക്കുറിച്ച് നോക്കാം. രമേശ് ഉപാധ്യായ കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം എവിടെയാണ്? അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. വേ കഹാനി, ഉപന്യാസ്, നാടക്, നുക്കഡ് നാടക്, ആലോചന ആദി വിധാവോ മേ സക്രിയ രഹെ. അദ്ദേഹം കഹാനി, ഉപന്യാസ്, നാടകങ്ങൾ, നുക്കഡ് നാടകങ്ങൾ, അതുപോലെ ആലോചന തുടങ്ങിയ മേഖലകളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? സാഹിത്യരചനകൾ നടത്തിയിട്ടുണ്ട്. ദണ്ഡ് ദ്വീപ്, ഹരേ ഫൂൽ കി ഖുഷ്ബു, ശേഷ് ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായ ഹെ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദണ്ഡ് ദ്വീപ്, ഹരേ ഫൂൽ കി ഖുഷ്ബു, ശേഷ് ഇതിഹാസ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖങ്ങളായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള രചനകളാണ്. വേ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത് ഹെ. അദ്ദേഹം ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപം. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഝട്പട്ട് ഓർ നട്ട്കട്ട്. ഝട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചിട്ട് എല്ലാ മുൻകാലഘട്ട പാഠങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഝട്ട് മീൻസ് എന്താണ്? പെട്ടെന്ന്, അല്ലേ? അതുപോലെ നട്ട്കട്ട് എന്ന് വെച്ചാൽ എന്താണ്? നട്ട്കട്ട് വികൃതി, കുസൃതി എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഏകദ ഝട്പട്ട് ഏകദ നട്ട്കട്ട്. അപ്പോൾ ഒരു ഝട്പട്ട് ഉണ്ടായിരുന്നു, ഒരു നട്ട്കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പടത്തിൽ കാണുന്ന, ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് കുട്ടികളുടെ കഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരാളുടെ പേരെന്താണ്? ഝട്പട്ട്, ഒരാൾ നട്ട്കട്ട്. ഝട്പട്ട് ബഡാ ഥ. അപ്പോൾ ഝട്പട്ട് എന്ന് പറയുന്ന ആൾ മൂത്ത ആളാണ്, വലിയ ആളാണ്. അവർ നട്ട്കട്ട് ചോട്ട. നട്ട്കട്ട് ചെറിയ ആൾ, ഇളയ ആളാണ്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥ. വലിയ ആളെന്ന് പറയുന്നത് കേവലം 2 വയസ്സിന് മൂത്ത ആളാണ്. 2 സാൽ 2 വയസ്സ്. സാൽ വർഷം എന്ന് അർത്ഥം നമ്മൾ എടുക്കും. ഇവിടെ എടുക്കുന്ന അർത്ഥം എന്താണ്? 2 വയസ്സ്. അപ്പോൾ 2 വയസ്സിന് മുതിർന്ന ആളാണ്. ചോട്ട കേവൽ 2 സാൽ ചോട്ട. മൂത്ത ആളേക്കാൾ 2 വയസ്സിന് എളുപ്പമുള്ള ആളാണ് ആര്? ഇളയ ആളായിട്ടുള്ള നമ്മുടെ നട്ട്കട്ട്. ദോനോ സ്കൂൾ മേ പഠിത്തേ ഥേ. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഝട്പട്ട് 5വീं മേ. ഝട്പട്ട് മൂത്ത ആൾ 5ാം ക്ലാസ്സിലും നട്ട്കട്ട് തീസരി മേ. അപ്പോൾ 2 ക്ലാസ്സിന് ഇളയ ആളെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ് ആണല്ലോ. അപ്പോൾ ഇളയ ആളത്തിൽ പഠിക്കുന്നു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഘർ സേ ദോനോ ഭായി സാത്ത് സ്കൂൾ ജാത്തെ. വീട്ടിൽ നിന്നും 2 സഹോദരങ്ങളും ഒരുമിച്ചാണ്. കെ സാത്ത് കൂടെ, ഒപ്പം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുമിച്ചാണ് അവരെങ്ങോട്ടേക്ക് പോകുന്നത്? സ്കൂളിലേക്ക് പോകുന്നത്. സാത്ത് ഹി വാപ്പസ് ഘറാത്തെ. അവരൊരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വാപ്പസ്, റിട്ടേൺ, തിരികെ. രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വരുന്നതും ഒരുമിച്ച് തന്നെയാണ്. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ. അവരുടെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി. അവരുടെ സ്കൂള് അവരുടെ ഗ്രാമത്തിലല്ല. ദൂസരെ ഗാവ് മേ ഥ. ദൂരെ വേറൊരു ഗ്രാമത്തിലാണെന്ത്? അവരുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. വഹാ തക് പൈദൽ ജാനാ പഡ്താ ഥ. അവിടം വരെ അവർക്ക് എങ്ങനെ പോകേണ്ടതായിട്ടുണ്ട്? പൈദൽ, കാൽനടയായി. നമ്മൾ ഈ പടെന്ന വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു വിവശതാബോധ ക്രിയയാണ്. നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നു, പോകേണ്ടതായിട്ട് വന്നു, അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പട്. അപ്പം വഹാ തക് പൈദൽ ജാനാ പഡ്താ ഹെ. അവർക്ക് എങ്ങനെ പോകേണ്ടതായിട്ടുണ്ട്? കാൽനടയായി അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സ്കൂൾ വരെ പോകേണ്ടതായിട്ടുണ്ട്. മറ്റ് വാഹനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമല്ല, അവരവിടെ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. പൈദൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥ. എങ്ങനെ തന്നെ തിരികെയും വരേണ്ടതായിട്ടുണ്ട്? കാൽനടയായി തന്നെ തിരികെയും വരേണ്ടതായിട്ട് അവർക്കുണ്ട്. ജാത്തെ സമയ രാസ്തേമേ ഉന്നെ കൈ ചീസേ മിൽത്തി ഥി. ഈ പോകുന്ന വഴികളിൽ, പോകുന്ന വഴികളിലെല്ലാം അവർക്ക് എന്താ? ഒരുപാട് വസ്തുക്കൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ സാധിക്കും. ചീസ്, വസ്തു, സാധനം. മറ്റൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാക്ക് പറയാം? മാൽ എന്ന് പറഞ്ഞാലും അതേ അർത്ഥമാണ്. വസ്തു, സാധനം, തിങ്സ് എന്ന അർത്ഥത്തിലാണ് എടുക്കുന്നത്. കൈ ചീസെ മിൽത്തി ഥി. ഒരുപാട് വസ്തുക്കൾ. മിൽന, വ്യത്യാസം. മിൽന വാക്കിൻ്റെ അർത്ഥം ലഭിക്കുക, കിട്ടുക എന്നാണ്. അപ്പോൾ സേ മിൽന എന്ന് പറയുമ്പോൾ കണ്ടുമുട്ടുക, കൂടിക്കാഴ്ച എന്നൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കുക. അപ്പോൾ ഉൻസേ മിൽനെ കേലിയെ നമ്മൾ പറഞ്ഞാൽ എന്താ? അവനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി അർത്ഥം കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താ? ഈ പോകുന്ന വഴികളിൽ ഇവർ ഒരുപാട് വസ്തുക്കൾ കാണും. എന്തൊക്കെയാണ്? പൊഖർ മീൻസ് കുളം. ബർഗദ് വലിയ വടവൃക്ഷം, ആൽമരം പോലെയുള്ള വലിയ വടവൃക്ഷങ്ങൾ. ഖേത്ത് വയൽ. ബാഗ് നമ്മൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ UP ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫലവൃക്ഷത്തോട്ടങ്ങളെയാണ് ബാഗ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ജനറലി പൂന്തോട്ടം, ഗാർഡൻ എന്നൊക്കെ അർത്ഥം എടുക്കാം. അവർ നാല തോട്. അവർ നദിയും ഒക്കെ ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോകുന്ന വഴികളിൽ എന്ത് ചെയ്യാറുണ്ട്? ഇവർ കാണാറുണ്ട്. വാപ്പസ് ആനെ പർ ഭി രാസ്തേമേ ഉന്നെ കൈ ചീസേ മിൽത്തി. തിരികെ വരുമ്പോൾ അവർ ഇതേ വസ്തുക്കൾ കാണാറുണ്ട്. നദി, നാല, ബാഗ്, ഖേത്, ബർഗദ് അവർ പോഖർ. ഈ പോകുന്ന വസ്തുക്കളെല്ലാം തിരികെ വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അവർ കാണാറുണ്ട്. ഝട്പട്ട് തേസ് ചലത്താ ഥ. മൂത്ത ആളാണ് ഝട്പട്ട്. ഝട്പട്ട് വളരെ വേഗത്തിൽ നടക്കും. വേഗത്തിൽ. അപ്പോൾ വേഗത്തിൽ നടക്കും. നട്ട്കട്ട് ധീരെ. ഇളയാൾ നട്ട്കടോ വളരെ പതിയെ. ഝട്പട്ട് ബർഗദ് തക് പഹുഞ്ച് ജാത്ത. ഝട്പട്ട് ആ വടവൃക്ഷത്തിൻ്റെ അവിടെ വരെ എത്തുമ്പോൾ
തക്ക് തക്ക് എന്ന് വെച്ചാൽ എന്താ വരെ. അപ്പം നമ്മൾ ഫ്രം ടു ഇത് നമ്മൾ എന്താ പറയുന്നത് സേ ഫ്രം ടു തക്ക്. അപ്പം ഇപ്പോൾ 5 മുതൽ 10 വരെ നമ്മൾ പറയുമ്പോൾ 5 സേ 10 തക്ക് എന്ന് പറയും. അപ്പോൾ തക്ക് എന്ന് വെച്ചാൽ വരെ. അപ്പോൾ ഝട്പട്ട് ബർഗദ് തക്ക് പഹുഞ്ചാത്ത. അപ്പോൾ ഝട്പട്ട് എന്താ ആ വടവൃക്ഷം വരെ എത്തുമ്പോൾ തബ് തക്ക് നട്കട്ട് പോക്കർ തക്ക് ഹി പഹുത് ഹോത്ത. അപ്പോൾ നമ്മുടെ നട്കട്ട് എവിടെ എത്തുള്ളൂ? പോഖർ ആ കുളത്തിൻ്റെ അരികിലേ എത്തുള്ളൂ. ഝട്പട്ട് ബാഗ് തക്ക് പഹുഞ്ചാത്ത. ഝട്പട്ട് എവിടെ വരെ? ആ ഫലവൃക്ഷത്തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ പൂന്തോട്ടത്തിൻ്റെ അരികിൽ വരെ എത്തുമ്പോൾ തബ് തക്ക് അപ്പോഴേക്കും നട്കട്ട് ഖേത്ത് തക്ക് ഹി പഹുഞ്ചാത്ത. അപ്പോൾ അവൻ എവിടെ എത്തുള്ളൂ? വയൽ വരെ എത്തുള്ളൂ. ഝട്പട്ട് നദി തക്ക് പഹുഞ്ചാത്ത. ഝട്പട്ട് എവിടെ വരെ? നദി വരെ എത്തുമ്പോൾ തബ് തക്ക് നട്കട്ട് നാലെ തക്ക് ഹി പഹുഞ്ചോത്ത. അപ്പോഴും നമ്മുടെ ഇളയാളായിട്ട് നട്കട്ട് എവിടെ എത്തുള്ളൂ? ആ തോടിനരികിലേ എത്തുള്ളൂ. മാക്ക് ഹിദായത്ത് ദീഖി. അമ്മയുടെ നിർദ്ദേശമുണ്ട്. ഹിദായത്ത് എന്താണ്? നിർദ്ദേശം. എന്താണ്? എന്ത് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്? കീ ഝട്പട്ട്. കീ മക്കളെ ലെഫ്റ്റ് സൈഡിൽ വള്ളിയിട്ട് കീ എന്ന് എഴുതിയാൽ നമ്മളെന്താ എങ്കിൽ എന്തെന്നാൽ കവി കഹത്തേഹേ കീ കവി പറയുന്നത് എന്തെന്നാൽ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അത് റൈറ്റ് സൈഡിൽ വള്ളി വരുമ്പോഴോ റിലേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവൻ്റെ അവളുടെ അതിൻ്റെ എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻ്റെ ഉടെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കും. റൈറ്റ് സൈഡിൽ വള്ളി വരുമ്പോൾ കീടുമ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. ലെഫ്റ്റ് സൈഡിൽ വള്ളി ഇടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തെന്നാൽ. ഓക്കെ. അപ്പോൾ അമ്മയുടെ ഉപദേശം എന്തെന്നാൽ ഝട്പട്ട് കോ ഛോട്ടെ ഭായി കാ ധ്യാൻ രഖ്നാ ഹെ. ഝട്പട്ടിന് ഇളയ അനിയൻ്റെ എന്ത് ചെയ്യണം? ഇളയ അനിയനെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ധ്യാൻ ശ്രദ്ധ. അപ്പോൾ വലിയ ആളുകളുടെ ജോലിയാണ് ചെറിയ ആളുകളായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യേണ്ടുന്നത്? സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് അമ്മയുടെ ഉപദേശം. അതങ്ങനെ തന്നെയാണ്. നട്കട്ട് കോ അപ്നെ സാഥി രഖ്നാ ഹെ. നട്കട്ടിനെ തൻ്റെ കൂടെ നിർത്തണം, ഒപ്പം നിർത്തണം, അവനെ നോക്കിക്കോണം എന്ന ആരുടെ നിർദ്ദേശമുണ്ട്? അമ്മയുടെ നിർദ്ദേശമുണ്ട്. ഓക്കെ. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അതുകൊണ്ട് തന്നെ ഝട്പട്ടിന് മുന്നേക്ക് നടന്ന് നീങ്ങുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ട് വരും. പീച്ചേ മുടുക്കർ. മുടുന മീൻസ് തിരിയുക. മോഡ് എന്ന വാക്കെന്താണ് അർത്ഥം? തിരിവ്, വളവ് അല്ലേ? മേരെ ജിന്ദഗിക്ക് നയ മോഡ് ദാ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ മേരി ജിന്ദഗിക്ക് നയ മോഡ് ദി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാൻ നമ്മൾ ആ തിരിവ് ടേൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ? അവിടെ ആ മോഡെന്ന വാക്ക് ഉപയോഗിക്കും. തിരിവ്, വളവെന്നർത്ഥം. അപ്പം മുടിന തിരിയുക, മോഡ് തിരിവ്, വളവ്. അപ്പം ഇവൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ചേട്ടനെ അനിയനെ തിരിഞ്ഞ് നോക്കേണ്ടതായിട്ടുണ്ട്. ഉനെ നട്കട്ട് കോ പുക്കാർന മീൻസ് വിളിക്കുക. അപ്പോൾ ഉനെ നട്കട്ട് കോ പുക്കാർക്കർ അവന് നട്കട്ടിനെ വിളിച്ചിട്ട് ജൽദി ചലനെ കെ ലിയേ കഹ്നാപ്പെടുത്താം. എടാ വേഗം വരൂ എന്ന് പറയേണ്ടതായിട്ട് ഉള്ള സാഹചര്യമാണ് ആർക്കുള്ളത്? മുതിർന്ന ആളായിട്ടുള്ള ഝട്പട്ടിനുള്ളത്. കാര്യം എന്താണ്? അവൻ വളരെ മെല്ലെ നടക്കുള്ളൂ. ബാർ റുക്കർ നട്കട്ട് കാ ഇന്തിസാർ കർണപ്പെടുത്താം. വീണ്ടും നിന്നിട്ട് നട്കട്ടിനെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ആർക്ക്? ഝട്പട്ടിന്. അപ്പോൾ രോക്കിന 2 വാക്കിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? നിർത്തുക, തടയുക, നിൽക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം വീണ്ടും നിന്നിട്ട് നട്കട്ടിനെ ഇന്തിസാർ കർണ കാത്തിരിക്കുക. വീണ്ടും അവനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കാത്തിരിക്കേണ്ടതായിട്ട് വരും. കഭി സ്കൂൾ ജാനെ കെ ലിയേ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പകഡ്കർ അപ്നെ സാത്ത് ദൗഡാനാ ഭി പड़ता. ചിലപ്പോൾ സ്കൂളിലേക്ക് പോകാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അനിയൻ്റെ കൈ പിടിച്ചുകൊണ്ട് നട്കട്ടിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? ഓടേണ്ടതായിട്ട് വരുന്നുണ്ട്. അവനെ ഓടിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദൗഡാന ഓടിപ്പിക്കുക. അവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പിക്കണം, എന്നാലേ അവൻ വേഗം വരുള്ളൂ. ഝട്പട്ട് പരേഷാൻ ഹോ ജാത്ത. അപ്പോൾ ഝട്പട്ട് വളരെയധികം പരിഭ്രാന്തി, ബുദ്ധിമുട്ട്, പ്രയാസം, പരേഷാൻ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരേഷാൻ, തക്കലീഫ്, മുസീബത്ത്, കഠിനായി, ഒരുപാട് വാക്കുകൾ, ദിക്കത്ത്. അപ്പോൾ ഝട്പട്ട് കുറച്ച് പരിഭ്രാന്തിയിലും പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആവും. എന്താ? അവർ ഘർ ലൗഡ്കർ മാസെ ശിക്കായത്ത് കർത്ത. അങ്ങനെ ആകുമ്പോൾ അവൻ വീട്ടിൽ പോയി അമ്മയോട് എന്ത് പറയും? ശിക്കായത്ത് മീൻസ് പരാതി. അമ്മയോട് വീട്ടിൽ ചെന്ന് പരാതി പറയും. മാ ചോട്ട ബഹുത് പരേഷാൻ കർത്ത ഹെ. അമ്മേ, ഇവൻ എന്നെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചോട്ടാ ഹേന. അമ്മയുടെ മറുപടി എന്താണ്? കുഞ്ഞല്ലേ, ചോട്ടാ ഹേന. അമ്മ മുസ്കുരാതെത്തി. അമ്മ എന്ത് ചെയ്യും? അമ്മ പുഞ്ചിരിക്കും. മക്കളെ മുസ്കുരാന എന്താണ്? പുഞ്ചിരിക്കുക. അപ്പോൾ ചിരിക്കുക നമ്മളെന്ത് പറയും? ഹസ്ന എന്ത്? ഹസ്ന ചിരിക്കുക, മുസ്കുരാന പുഞ്ചിരിക്കുക. ഇനി നമ്മൾ അട്ടഹാസം, അതെന്താ പറയുക? ടഹാക്ക എന്ന് പറയും അല്ലേ? അട്ടഹാസം ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് നമ്മളെന്താ പറയുക? ടഹാക്ക എന്ന് പറയും. അപ്പോൾ छोटा है ना, കുട്ടിയല്ലേ, മാ മുസ്കുരാതെത്തി, അമ്മ പുഞ്ചിരിക്കും. അവർ ബഡേ കോ തോ ചോട്ടെ കാ ധ്യാൻ രഖ്നാ ഹി പड़ता है.
വലിയ ആളുകൾ തന്നെയല്ലേ ഇളയ ആളുകളെ നോക്കേണ്ടത്. മുതിർന്ന ആളുകളെ, ഇപ്പം നമ്മുടെ വീട്ടിൽ മുതിർന്ന ആളുകൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തെന്നുള്ളത്, അനിയനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അന്ന് ആരുടെ മറുപടി വരും? അമ്മയുടെ മറുപടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 പാരഗ്രാഫുകളൊന്ന് സിമ്പിളായിട്ട് നോക്കാം. 2 സഹോദരങ്ങളുണ്ട്. മൂത്ത ആളുടെ പേര് ഝട്പട്ട് എന്നാണ്, ഇളയാളിൻ്റെ പേര് നട്ട്ഖട്ട് എന്നാണ്. 2 പേരും തങ്ങളിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. ഒരാൾ 5ലും ഒരാൾ 3ലുമാണ് പഠിക്കുന്നത്. ഇവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇവരുടെ ഗ്രാമത്തിലല്ല, മറ്റൊരു ഗ്രാമത്തിലാണ് സ്കൂള്. അവരൊരുമിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു? സ്കൂളിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. കുളം, അതുപോലെ തന്നെ ബർഗദ്, ഖേത്ത്, വടവൃക്ഷങ്ങൾ, വയലുകൾ, പൂന്തോട്ടങ്ങൾ, തോട്, നദി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം അവരുടെ പോകുന്ന യാത്രയിലെ കാഴ്ചകളാണ്. അതുപോലെ തന്നെ മൂത്ത ആൾ വളരെ വേഗത്തിൽ നടക്കും, ഇളയാൾ വളരെ മെല്ലെ നടക്കുള്ളൂ. അപ്പോൾ അവൻ ചേട്ടന് മുന്നിലെത്തുമ്പോൾ അനിയൻ ഒരുപാട് പിന്നിലാണ്. ചിലപ്പോഴൊക്കെ ചേട്ടനെ അത് സാരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ അമ്മയുടെ നിർദ്ദേശം എന്താണ്? ആരെ സംരക്ഷിക്കണം? അവനെ നോക്കിക്കോണം, അനിയനെ നോക്കിക്കോണം എന്ന് അമ്മയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഝട്പട്ടിന് എന്ത് ചെയ്യും? മുന്നോട്ടേക്ക് പോയാലും തിരിഞ്ഞു നിന്ന് ആരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. നമ്മുടെ ഇളയാളായിട്ട് നട്ട്ഖട്ടിനെ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. വീണ്ടും അവൻ കാത്തു നിൽക്കുന്നു. ചിലപ്പോഴൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ, താമസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഓടേണ്ട സാഹചര്യം ആർക്കുണ്ട്? ചേട്ടനായിട്ട് ഝട്പട്ടിനുണ്ട്. ചിലപ്പോഴൊക്കെ ഇവനെ അധികം ബുദ്ധിമുട്ടിക്കുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ട് ഝട്പട്ട് വീട്ടിൽ വന്ന് അമ്മയോട് പരാതി പറയാറുണ്ട്. അപ്പോൾ അമ്മയുടെ മറുപടി എന്താണ്? കുട്ടിയല്ലേ, ക്ഷമിച്ച് കളാ, മുസ്കുരാതെത്തി, അമ്മ പുഞ്ചിരിക്കും, പോട്ടെ, ബടേ കോതോ ചോട്ടെ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹൈ. അപ്പം വലിയ ആളുകൾ ആരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്? ഇളയ ആളുകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് ആര് മറുപടി പറയും മക്കളെ? അമ്മ മറുപടി പറയും. അപ്പോൾ ഇതിവിടെ വരെയാണ് നമ്മൾ ഇന്ന് തൽക്കാലം നോക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. അപ്പോൾ എല്ലാവരും വായിച്ച് നോക്കുക, വാക്കുകളും അർത്ഥങ്ങളും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. രണ്ടും കമ്പയർ ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം.